ഹായ് ഫ്രണ്ട്സ്, സിനിഫ്ലിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ടൊവിനോ തോമസും അതോടൊപ്പം തന്നെ തൃഷയും നായികനായകന്മാരായി 2025 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഐഡന്റിറ്റി. തിയേറ്റർ റണ്ണിന് ശേഷം ഇപ്പോൾ ചിത്രം നെറ്റ്ഫ്ലിക്സ് വഴി ഡിജിറ്റൽ സ്ട്രീമിംഗും ആരംഭിച്ചിട്ടുണ്ട്. ടൊവിനോ തോമസിനും തൃഷയ്ക്കും പുറമെ തമിഴിൽ നിന്ന് വിനയ് റായും അതോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്ന് അജു വർഗീസും ഷമ്മി തിലകനും അർച്ചന കവിയും എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ ഈ ഒരു സിനിമയിലുണ്ടായിരുന്നു. പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണമായിരുന്നു ഈ ഒരു ത്രില്ലർ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. സിനിമ കണ്ടു കഴിയുമ്പോൾ സിനിമയുടെ ക്ലൈമാക്സുമായി ബന്ധപ്പെട്ട് കുറച്ചു പേർക്കെങ്കിലും സംശയമുണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ സിനിമ കണ്ടതിനു ശേഷം ഞങ്ങൾക്കുണ്ടായ ഒരു സംശയവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ സിനിമയുടെ ക്ലൈമാക്സ് സംസാരിക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ സിനിമ കാണാത്തവർ ദയവ് ചെയ്ത് സിനിമ കണ്ടതിന് ശേഷം മാത്രം തുടർന്ന് ഈ വീഡിയോ കാണുവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലറായി അനുഭവപ്പെടും. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കം തൊട്ട് തന്നെ ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ഹരൽ എന്ന കഥാപാത്രത്തിന്റെ ഫുൾ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. തുടക്കം ഒരു സ്കെച്ച് ആർട്ടിസ്റ്റായിട്ട് കടന്നു വന്ന അജു വർഗീസ് അവതരിപ്പിക്കുന്ന പോലീസ് കഥാപാത്രത്തിന്റെ വീട്ടിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച വ്യക്തിയുടെ ചിത്രം അതേപടി വരച്ചെടുത്ത് ഹരൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ. ഈ ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. പിന്നീട് നമുക്ക് കാണാം, ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന പോലീസായി വിനയ് റായും അതോടൊപ്പം തന്നെ വിനയ് റായുടെ കൂട്ടത്തിൽ തൃഷ അവതരിപ്പിച്ച കഥാപാത്രവും അജു വർഗീസിനെ വന്ന് കാണുന്നത് നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തിനായിരിക്കും ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു പോലീസ് ഓഫീസർ കേരള പോലീസായ അജു വർഗീസിനെ വന്ന് മീറ്റ് ചെയ്യുന്നത്? ഇവിടെയാണ് വിനയ് റായ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെ ആ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത. സെൻസേഷനായിട്ടുള്ള കേസുകളിലെ വിറ്റ്നസ്സുകളെ മാറ്റി നിർത്തി അവർക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു പ്രത്യേകതരം ഡിപ്പാർട്ട്മെന്റിലാണ് വിനയ് റായ് അവതരിപ്പിച്ച പോലീസ് കഥാപാത്രം ജോലി ചെയ്യുന്നത്. അങ്ങനെ സെൻസിറ്റീവായ ഒരു കേസിന്റെ വിറ്റ്നസ് ആയിട്ടാണ് തൃഷ വിനയ് റായോടൊപ്പം കേരളത്തിൽ വരുന്നത്. വിനയ് റായ് നേരെ ചെന്ന് അജു വർഗീസിനെ കാണുകയും തുടർന്ന് അജു വർഗീസ് അവർക്ക് വേണ്ടിയുള്ള സ്റ്റേ ഇവിടെ ഒരുക്കുന്നതും നമുക്ക് സിനിമയിൽ സാധിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും താമസിക്കുന്നത് ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ഹരൺ ശങ്കർ എന്ന കഥാപാത്രം താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ മുകളിലാണ് എന്ന് സിനിമയിൽ നിന്ന് വ്യക്തമാണ്. തുടർന്നാണ് വിനയ് റായ് എന്ന പോലീസ് കഥാപാത്രം, ആ ഒരു സമയത്ത് പോലീസ് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ഒരു കഥാപാത്രം ടൊവിനോ തോമസിന്റെ സഹായം തേടുന്നതും തൃഷ കണ്ട കൊലയാളിയുടെ രേഖാചിത്രം വരച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെ തൃഷ പറഞ്ഞ ഡീറ്റെയിലുകൾ വെച്ച് രേഖാചിത്രം വരയ്ക്കുന്ന ടൊവിനോയ്ക്ക് ചിത്രത്തിന്റെ പകുതി വരച്ചു കഴിഞ്ഞപ്പോൾ തന്നെ താൻ ചെയ്ത കൊലയുടെ വിറ്റ്നസ് ആണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള സത്യം ടൊവിനോ തോമസ് തിരിച്ചറിയുകയാണ്. എന്നാൽ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു ഐഡിയ ടൊവിനോ തോമസിന്റെ കഥാപാത്രത്തിന് ലഭിക്കുന്നില്ല. അങ്ങനെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. തുടർന്ന് നമുക്ക് അറിയാം, വിനയ് റായ് എന്ന കഥാപാത്രമാണ് ഇതിന് പിന്നിലെല്ലാമെന്നും അദ്ദേഹത്തിനെതിരായി മൊഴി പറയാൻ പോകുന്ന 5 വിറ്റ്നസ്സുകളെ ഒരു എയ്റോപ്ലെയിനിൽ കയറ്റുകയും തുടർന്ന് അത് ക്രാഷ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നതും നമുക്ക് സിനിമയുടെ അവസാന ഭാഗത്ത് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ സംശയം. തൃഷ ടൊവിനോയെ കാണുന്നത് പഴയ ഒരു ഫാക്ടറിയിൽ തൃഷ തന്റെ ചാനലിന് വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാൻ വേണ്ടി പോകുന്ന അവസരത്തിലാണ് അവിടെ ടൊവിനോ അവതരിപ്പിക്കുന്ന കഥാപാത്രം അവിടെ വരുന്നതും വില്ലനെ കൊല്ലുന്നതും തൃഷ കാണുന്നത്. തൃഷ ടൊവിനോയെ കാണുന്നതിന് മുന്നേ തന്നെ അവിടെ മറ്റൊരാൾ വന്നുവെന്നും അയാൾ അവിടെ ഉണ്ടായിരുന്ന വില്ലന് പൈസ കൊടുക്കുന്നതുമായിട്ട് കണ്ടുവെന്ന് തൃഷ സിനിമയുടെ തുടക്കം തന്നെ വ്യക്തമാക്കി പറയുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് സിനിമയുടെ അവസാന ഭാഗത്ത് പ്ലെയിൻ ക്രാഷ് ചെയ്യിക്കാൻ പോകുന്ന വ്യക്തിയുടെ ഫോട്ടോ തൃഷയിൽ നിന്ന് തന്നെ വരച്ചെടുക്കുവാൻ വേണ്ടി ടൊവിനോ ശ്രമിക്കാഞ്ഞത്? അതിനു പകരം നമുക്കറിയാം, ആ ഒരു കഥാപാത്രത്തിലേക്ക് എത്തുന്നവർ പ്ലെയിനിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഡീറ്റെയിലുകൾ എടുക്കുകയും ഫേസ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത തൃഷയെ കൊണ്ട് എല്ലാവരുടെയും ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതും പിന്നീടാണ് ഈ ഒരു കഥാപാത്രത്തിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇങ്ങനെ പോകുന്നതിന് പകരം നേരെ തന്നെ തൃഷയുടെ അടുത്ത് അവർ പറയുന്ന ഡീറ്റെയിലുകൾ ഉപയോഗിച്ച് മികച്ച ആർട്ടിസ്റ്റായ ടൊവിനോയ്ക്ക് തന്നെ ഈ ഒരു കഥാപാത്രത്തിന്റെ രൂപം വരച്ചെടുക്കാൻ സാധിക്കുന്നതായിരുന്നു. കാരണം ടൊവിനോയുടെ ഡീറ്റെയിലുകൾ അതേപടി തന്നെ പറഞ്ഞ് സ്വന്തം ഫോട്ടോ താൻ തന്നെ വരച്ച ആ ഒരു എക്സ്പീരിയൻസും തൃഷ പറയുന്ന ഡീറ്റെയിലുകളിലുള്ള ഉറപ്പും ടൊവിനോയുടെ കഥാപാത്രത്തിനുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വഴി ചൂസ് ചെയ്യാതെ എന്തുകൊണ്ടായിരിക്കണം ഇത്രയും ലെന്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് ഇവർ പോയതെന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായ ഏറ്റവും വലിയൊരു സംശയമാണ്. നിങ്ങൾക്ക് ഈ ഒരു സംശയത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നീട് സിനിമയുടെ അവസാന ഭാഗത്ത് നമുക്കറിയാം,
നേറായി എന്ന കഥാപാത്രത്തിനെ കൊല്ലുവാൻ വേണ്ടി ടൊവിനോ തോമസ് തന്റെ റിയൽ ഐഡന്റിറ്റി റിവീൽ ചെയ്തുകൊണ്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും പല രീതിയിലുള്ള ഐഡന്റിറ്റികളാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവസാനമായി ചുരുളഴിയുന്ന ഐഡന്റിറ്റിയാണ് ടൊവിനോ അവതരിപ്പിക്കുന്ന ഹരൺ ശങ്കർ എന്ന കഥാപാത്രത്തിന്റെ. അദ്ദേഹം ഒരു എയർ മാർഷൽ ആണ് എന്നുള്ള ഐഡന്റിറ്റി സിനിമയുടെ അവസാന ഭാഗത്തോളം എത്തുമ്പോൾ നമുക്ക് റിവീൽ ചെയ്ത് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടായിരിക്കും തൃഷയുടെ സഹായത്താൽ രേഖാചിത്രം വരയ്ക്കാതെ ഇങ്ങനെ ഒരു ലെന്തി പ്രോസസ്സ് വഴി പോയതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.